വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 20th ജൂലൈ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 22nd മുതൽ 26th ജൂലൈ വരെയുള്ള വീക്കാണ്. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമുക്കറിയാം ബജറ്റിൻ്റെ വീക്കിലേക്ക് കടക്കുകയാണ്. നമ്മൾ 23rd ട്യൂസ്ഡേ ആണ് യൂണിയൻ ബജറ്റ് വരുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇതിനു മുമ്പ് നിഫ്റ്റിക്ക് നമ്മൾ ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ടാർഗറ്റ് നൽകിയിരുന്നു. 24,742 എന്നുള്ളൊരു ടാർഗറ്റ് നമ്മൾ നേരത്തെ നൽകിയിരുന്നു. ആ ടാർഗറ്റ് കഴിഞ്ഞ വീക്കിൽ അച്ചീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ബഡ്ജറ്റ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ പേഴ്സണലി ഞാൻ പേഴ്സണൽ ഇൻകം ടാക്സിൽ കുറച്ച് റിലാക്സേഷൻസും അതുപോലെ തന്നെ അതേസമയം കോർപ്പറേറ്റ് ടാക്സുകളൊക്കെ ടാക്സ് സ്ട്രക്ചറൊക്കെ അതേപോലെ തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ തന്നെ ഡിഫൻസിലൊക്കെ കൂടുതൽ സ്പെൻഡിങ് നമ്മൾ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം നമുക്ക് ബജറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഇനി ഏതൊക്കെയാണ് സ്റ്റോക്കുകളിലേക്ക് അല്ലെങ്കിൽ സെക്ടറുകളിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ബഡ്ജറ്റ് കഴിയുന്നവരും വെയിറ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം സെലക്ട് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നമ്മളിനി ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ബജറ്റിന് ശേഷം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. എന്തായാലും നമ്മൾ ഇലക്ഷൻ്റെ റിസൾട്ടിന് ശേഷം മാർക്കറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ മൂവ് ചെയ്തു. കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടു നിഫ്റ്റി ഒരു പുതിയ ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 24,854 ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ നിഫ്റ്റിയുടെ വീക്കിലി ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 24,854 ടെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ നമുക്ക് സെൻസെക്സിലും ആദ്യമായിട്ടൊരു ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ളൊരു 81,587 എന്നുള്ളൊരു ലെവൽ സെൻസെക്സും ടച്ച് ചെയ്യുകയാണ്. സെൻസെക്സും ആദ്യമായിട്ടാണ് 81,000 എന്നുള്ളൊരു ലെവൽ ക്രോസ് ചെയ്യുന്നത്. എന്തായാലും സെൻസെക്സ് അതിന് താഴെ 80,604 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്കിതിൽ കാണാം. അതേസമയം നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ഒരു കറക്ഷന് ശേഷം ഒരു 55,908 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും ഒരു കറക്ഷൻ കഴിഞ്ഞ വീക്കിലുണ്ടായിട്ടുണ്ട്. 18,397 ഒരു കറക്ഷൻ കറക്റ്റ് ചെയ്തതിന് ശേഷം 18,397 മിഡ് ക്യാപ്പ് ഇൻഡെക്സും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ വീക്കിൽ വന്ന പ്രധാനപ്പെട്ട ഒരു റിസൾട്ടായിരുന്നു ഇൻഫോസിസിൻ്റെ പ്രോഫിറ്റ് 7.1% നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് നമുക്ക് കഴിഞ്ഞ വീക്കിൽ 6,368 എന്നുള്ള ലെവലിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേസമയം റവന്യൂ ഓൾമോസ്റ്റ് ഒരു 3.6% ഇൻക്രീസാണ് റവന്യൂവിലും ഇൻഫോസിസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഇൻഫോസിസിനെ കുറിച്ച് നമ്മൾ വീക്കിലി വ്യൂവിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ചാർട്ടാണ്. കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരുന്നത് 1,711 എന്നുള്ള ലെവലിലായിരുന്നു. അവിടെ നിന്നും നമ്മളൊരു ടാർഗറ്റായിട്ട് നമ്മളന്ന് ഡിസ്കസ് ചെയ്തത് 1,836 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. നല്ലൊരു റിസൾട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഇൻഫോസിസിന് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ വീക്കിൽ നമുക്ക് കാണാം റിസൾട്ടിന് ശേഷം ഇൻഫോസിസ് 1,844 എന്നുള്ളൊരു ഹൈ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു വരുന്ന 1,836 എന്നുള്ള ആ ലെവല് റിസൾട്ട് വന്ന അന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോടുകൂടി ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഫ്രൈഡേയിൽ മാർക്കറ്റ് ക്ലോസിന് ശേഷം റിസൾട്ട് വന്നിട്ടുള്ള രണ്ട് കമ്പനികളാണ്. ഒന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് പക്ഷേ 4.5% ഡൗൺ ആയി 17,445 crores നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തതെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അതേസമയം റവന്യൂ 11.5% ഇൻക്രീസ് ചെയ്ത് 2.6 lakh crores റവന്യൂ ആണ് റിലയൻസ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതേസമയം വിപ്രോ നെറ്റ് പ്രോഫിറ്റ് 4.6% ഉയർന്ന് 3,003 crores നെറ്റ് പ്രോഫിറ്റാണ് വിപ്രോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതേസമയം റവന്യൂ ഡിക്ലൈൻഡ് ആണ്, 3.8%ഓളം താഴ്ന്നാണ് വിപ്രോവിൻ്റെ റവന്യൂ വന്നിട്ടുള്ളത്. ഏതായാലും കുറേയധികം റിസൾട്ടുകൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വരാനുണ്ട്.
ആ റിസൾട്ടുകളിലെല്ലാം നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ആ സ്റ്റോക്കുകളിൽ ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു സ്റ്റോക്കാണ് ജസ്റ്റ് ഡയൽ എന്നുള്ള സ്റ്റോക്ക്. നമ്മളിപ്പോൾ കാണുന്നത് ജസ്റ്റ് ഡയലിൻ്റെ ചാർട്ടാണ്. നമുക്ക് തേഴ്സ്ഡേയിൽ ഈ സ്റ്റോക്ക് 20% ഉയർന്നാണ് ക്ലോസ് ചെയ്തിരുന്നത്. എന്തായാലും ഫ്രൈഡേയിൽ 1252 എന്നുള്ള ഒരു ക്ലോസിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഡയലിന് ഈ ലെവലിന് മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഡയൽ ഒരു 1476 അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് മൂവ് ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഡയൽ നമുക്കൊരു വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ TTML എന്നുള്ള സ്റ്റോക്ക് കഴിഞ്ഞ 2 ദിവസവും തേഴ്സ്ഡേയും ഫ്രൈഡേയും വലിയ റാലി നടത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. കഴിഞ്ഞ ദിവസത്തിൽ 102 ലെവലിലേക്ക് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 111 ഒരു ഹൈ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് 102 ക്ലോസ് ചെയ്തിരിക്കുന്നത്. TTMLും ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്തൊരു 125 എന്നുള്ള അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലിലേക്കൊക്കെ മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളൊരു സ്റ്റോക്കാണ്. അതുകൊണ്ട് TTMLും നമുക്ക് വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ ഞങ്ങളുടെ ഒരു ഡയമണ്ട് പിക്ക് 14 കാസ്ട്രോൾ എന്നുള്ള സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിലും ഒരു പുതിയൊരു ഹൈ ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. 277 എന്നുള്ള ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 14 കാസ്ട്രോളിന് ഒരു 84% പ്രോഫിറ്റിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 150 ലെവലിലാണ് ഈ സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം ഒരു കറക്ഷനിലൂടെ ഈ സ്റ്റോക്ക് കറന്നു പോയപ്പോൾ 130 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തു. അപ്പോൾ കുറേ പേര് ആ ലെവലിലൊക്കെ ആവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈവൻ 100%-ലൊക്കെ പ്രോഫിറ്റിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാസ്ട്രോൾ ഇപ്പോൾ ഒരു 84% പ്രോഫിറ്റിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ മറ്റൊരു ഗോൾഡൻ പിക്ക് 2 ആയിരുന്നു. D6 സിസ്റ്റംസ് നമ്മൾ സംസാരിച്ചതാണ്. 290 ലെവലിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഞങ്ങൾ 440 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങളുടെ 50% ആയിരുന്ന ടാർഗറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്യുകയുണ്ടായി. അതാണ് ഞങ്ങളുടെ ഗോൾഡൻ പിക്ക് 2. അതുപോലെ ഞങ്ങളുടെ ഗോൾഡൻ പിക്ക് 6 ആയിരുന്ന ടാൽബ്രോസ് ഓട്ടോ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 260 ലെവലിലാണ്. ഈ സ്റ്റോക്ക് 390 എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 50% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ടാൽബ്രോസ് ഓട്ടോ എന്നുള്ള സ്റ്റോക്കിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഗോൾഡൻ പിക്ക് 6 ടാൽബ്രോസ് ഓട്ടോ 50% ടാർഗറ്റ് അച്ചീവ് ചെയ്തത് ജസ്റ്റ് ഒരു 3 മന്ത്സിന് ഉള്ളിൽ തന്നെയാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നത്. ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ പിക്ക് 7 ഞങ്ങൾ ഈ മാസം റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രീ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഗോൾഡൻ പിക്ക് 7 സബ്സ്ക്രൈബ് ചെയ്യേണ്ടവരെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് വീക്കിൽ 2 ദിവസം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. എന്തായാലും ബജറ്റ് കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് ബജറ്റിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാകാവുന്ന രീതിയിലുള്ളൊരു നല്ലൊരു സ്റ്റോക്കായിരിക്കും ഞങ്ങളുടെ ഗോൾഡൻ പിക്ക് 7 ആയിട്ട് ഞങ്ങൾ നൽകുന്നത്. അതുപോലെ ഞങ്ങളുടെ ട്രിപ്ലസിംഗ് ഡെലിവറി റെക്കമെൻഡേഷനിലും അതുപോലെ തന്നെ വെൽത്ത് ബിൽഡർ പാക്കിലും ഞങ്ങൾ കഴിഞ്ഞ വീക്കിലെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കുകളെ നോക്കാം. JK ടയർ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 445 ലെവലിലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് നമുക്ക് കാണാം 505 ലെവലിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഞങ്ങൾക്കൊരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് JK ടയറിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ നിതിൻ സ്പിന്നേഴ്സ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 255ലാണ് എൻ്റർ ചെയ്തിരുന്നത്. 410 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഈ വെൽത്ത് ബിൽഡർ പാക്കിലുള്ള നിതിൻ സ്പിന്നേഴ്സിൽ ഒരു 60% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ വെൽകോർപ്പ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 570 ലെവലിലാണ്. ഈ സ്റ്റോക്ക് 645 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ആ സ്റ്റോക്കിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ വെൽസ്പൺ ലിവിങ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 155 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. 175 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് വെൽസ്പൺ ലിവിങ്ങിലും സാധിക്കുകയുണ്ടായി. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് അനന്തരാജ് ഞങ്ങളുടെ 375 ലെവലിലായിരുന്നു ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം ഞങ്ങൾ 470ക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 25% പ്രോഫിറ്റ് ഞങ്ങൾക്ക് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അതുപോലെ ലോറസ് ലാബ്സ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 365ലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം 475 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 30% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് ലോറസ് ലാബ്സിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത്. അതുപോലെ പാരസ് ഡിഫൻസ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 765 എൻ്റർ ചെയ്തതിന് ശേഷം 1225 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 60%
പ്രോഫിറ്റാണ് ഞങ്ങളുടെ ഈ ട്രിപ്പിൾ വെൽത്ത് ബിൽഡർ പാക്കിലുള്ള റെക്കമെൻഡേഷനിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ മറ്റൊരു വെൽത്ത് ബിൽഡർ പാക്കിൽ റെക്കമെൻഡേഷൻ ആയിരുന്ന ഏഷ്യാന ഹൗസിംഗ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 305 എൻ്റർ ചെയ്തതിന് ശേഷം 430 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 41% പ്രോഫിറ്റോടെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് അവിടെ സാധിച്ചു. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ടാറ്റ ടെലി സർവീസസ് 36% ഉയർന്നും, ജസ്റ്റ് ഡയൽ 26% ഉയർന്നും, ഇന്ത്യ സിമൻസ് 13% ഉയർന്നും, എംഫസിസ് 12% ഉയർന്നും, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് 9% ഉയർന്നും, ഇൻഫോസിസ് 8% ഉയർന്നും, അലംബിക് ഫാർമസ്യൂട്ടിക്കൽസ് 8% ഉയർന്നും, ദേവയാനി ഇന്റർനാഷണൽ 7% ഉയർന്നും, കരൂർ വൈശ്യ ബാങ്ക് 7% ഉയർന്നും, കോഫോർജ് 7% ഉയർന്നും, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് 6% ഉയർന്നും, LNT മൈൻട്രി 6% ഉയർന്നും, KPIT ടെക്നോളജീസ് 6% ഉയർന്നും, സൊനാറ്റ സോഫ്റ്റ്വെയർ 6% ഉയർന്നും, അതുപോലെ SBI ലൈഫ് ഇൻഷുറൻസ് 5% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഈ അപ് ട്രെൻഡ് വരും ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കാം. കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 10,945.9 ക്രോഡ്സിൻ്റെ ഹെവി ആയിട്ടുള്ള ബയേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4,226.3 ക്രോഡ്സിൻ്റെ സെല്ലേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ ലാസ്റ്റ് വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. 12th ജൂലൈയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 24,502ലാണ്. 15th ജൂലൈയിൽ നിഫ്റ്റി 84 പോയിൻറ്റ്സ് ഉയർന്നും, 16th ജൂലൈയിൽ 26 പോയിൻറ്റ്സ് ഉയർന്നും, അതിനുശേഷം 18th ജൂലൈയിൽ 187 പോയിൻറ്റ്സ് ഉയർന്നും ട്രേഡ് ചെയ്ത് നിഫ്റ്റി. പക്ഷേ 19th ജൂലൈയിൽ 269 പോയിൻറ്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. ഫ്രൈഡേയിൽ തന്നെയാണ് നിഫ്റ്റിയെ ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 24,854 ടെസ്റ്റ് ചെയ്തത്. എന്തായാലും നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ 28 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ജൂലൈ മന്തിൽ നിഫ്റ്റി 520 പോയിൻറ്റ്സ് ആഡ് ചെയ്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. നിഫ്റ്റിയുടെ 200 DMA വരുന്നത് 21,755ലും, 100 DMA വരുന്നത് 22,833ലും, 50 DMA വരുന്നത് 23,360ലും, 20 DMA വരുന്നത് 24,214ലുമാണ്. അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. നിഫ്റ്റിയുടെ പിവറ്റ് പോയിന്റ് ആയിരിക്കും 24,630 ആയിരിക്കും. അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലുകളായിരിക്കും 24,980യും 25,029ഉം 26,047ഉം 27,921 ആയിരിക്കും. 24,630ക്ക് താഴെ സപ്പോർട്ട് ലെവലുകളായിരിക്കും 24,405, 24,054, 23,155, 22,136 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നിഫ്റ്റിയുടെ ഒരു വീക്കിലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു വൈഡ് ആയിട്ടുള്ള റേഞ്ച് ഫിക്സ് ചെയ്യണം. കാരണം ബജറ്റിൻ്റെ ഒരു വീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്പർ റേഞ്ചായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നത് 26,047ഉം ലോവർ റേഞ്ചായിട്ട് ഫിക്സ് ചെയ്യാവുന്നത് 23,155 ആണ്. പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 24,630 ആയിരിക്കും. അടുത്തായിട്ട് നമുക്കിനി നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് നോക്കാം. നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് IDBI ബാങ്കാണ്. IDBI ക്ലോസ് ചെയ്തിരിക്കുന്നത് 90ക്ക് അടുത്താണ്. ഈ സ്റ്റോക്ക് 90ക്ക് മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നത് 103 ആണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് IDBI ബാങ്കാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കല്യാൺ ജ്വല്ലേഴ്സ് ആണ്. ഈ സ്റ്റോക്ക് ഒരു 520ക്ക് മുകളിലേക്കുള്ള ബ്രേക്ക് ഔട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു റെസിസ്റ്റൻസ് 572 ആണ്. കഴിഞ്ഞ ഫ്രൈഡേയിൽ ഈ സ്റ്റോക്ക് 528 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന് അടുത്ത റെസിസ്റ്റൻസിലേക്കുള്ള 572ലേക്കുള്ള ഒരു മൂവ്മെൻറ്റാണ് നമുക്കിനി എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതുപോലെ നമുക്ക് ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ഇർക്കോൺ, അനന്തരാജ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, IRDA, അതുപോലെ തന്നെ RVNL എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു ടെക്നിക്കൽ ബ്രേക്ക് ഔട്ടോടുകൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.